നമ്മൾ ടെൻസിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കാൻ പോവുകയാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഒരു പ്രവൃത്തി ഭാവിയിൽ ചെയ്തു വരികയായിരിക്കും അഥവാ തുടർന്ന് വരികയായിരിക്കും എന്ന് നമ്മൾ പരിശീലിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഭാവിയിൽ പഠനം തുടർന്ന് വരികയായിരിക്കും. ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ്. ഞാൻ ഇംഗ്ലീഷ് പഠനം തുറന്നു വരികയായിരിക്കും. ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇംഗ്ലീഷ് പഠനം തുറന്നു വരികയായിരിക്കും. ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് വിത്ത് മൈ ഫ്രണ്ട്സ്. നാളെ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇംഗ്ലീഷ് പഠനം തുറന്നു വരികയായിരിക്കും. ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ മോർണിംഗ് ഓർ ഇൻ ദ ഈവനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മാത്രം ഒന്ന് നോക്കാം. I will have been studying English. I will have been studying English with my friends. Tomorrow evening, I will have been studying English with my friends. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. I will have been studying English. I will have been studying English with my friends. Tomorrow evening or tomorrow morning, I will have been studying English with my friends. അപ്പോൾ നമുക്ക് മറ്റ് വെർബുകൾ കൂടെ ചേർത്തൊന്ന് പരിശീലിച്ച് നോക്കാം. ഞാൻ കളി ഭാവിയിൽ തുടർന്ന് വരികയായിരിക്കും. I will have been playing. ഞാൻ സഹായം ഭാവിയിൽ തുടർന്ന് വരികയായിരിക്കും. I will have been helping. നടത്ത തുടർന്ന് വരികയായിരിക്കും. I will have been walking. ഞാൻ വാങ്ങൽ ഭാവിയിൽ തുറന്നു വരികയായിരിക്കും. ഐ വിൽ ഹാവ് ബീൻ ബൈയിങ്. ഞാൻ വിൽപ്പന ഭാവിയിൽ തുറന്നു വരികയായിരിക്കും. ഐ വിൽ ഹാവ് ബീൻ സെല്ലിങ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ആശയങ്ങൾ വാക്കുകൾ ചേർത്ത് ആശയങ്ങളാക്കി വീണ്ടും വീണ്ടും എഴുതുക, പഠിക്കുക, പരിശീലിക്കുക, ആത്മവിശ്വാസം കൈവരിക്കുക.